ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വ്ളോഗിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പഞ്ഞി പോലത്തെ ഒരു അപ്പം, റവ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ ഡിന്നർ റെസിപ്പിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാവരും കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കെന്നാൽ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. സാധാരണ വെള്ളിയാഴ്ച എന്ന് പറയുമ്പം ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പം എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പം വെള്ളിയാഴ്ച ദിവസം രാവിലെ ഞാൻ എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കിച്ചണിലേക്ക്. പക്ഷേ എന്താ പറയുക, ഇതുവരെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാലിന് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ രാവിലെ എണീറ്റ പാടന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു മടിയും ഭയങ്കര വയ്യായികൊക്കെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് മക്കളൊക്കെ എണീക്കുന്ന സമയമാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ തൽക്കാലം ചായയും 2 നീർദോശയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്തായാലും. തൽക്കാലം ചായയും ദോശയും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡോക്ടറെ പോയി കാണാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു കാലിൻ്റെ പെയിനിനെ പറ്റിയിട്ട്. അപ്പം പറഞ്ഞു ഇത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള നോർമൽ പ്രോബ്ലമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തു. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം കിടന്നു. ഒരു 10-11 മണി ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടുള്ള നല്ലൊരു പഞ്ഞി പോലത്തെ അപ്പമാണ്. നല്ല സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ബ്ലെൻഡറിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പിൻ്റെ 1/3 ഭാഗം തേങ്ങ ചെരുവിയത്, 1/3 കപ്പ് തേങ്ങ ചെരുവിയതും, പിന്നെ ഒരു ചെറിയൊരു പീസ് സവോള ചേർക്കുന്നുണ്ട്, ചെറിയൊരു കഷ്ണം മതി. പിന്നെ 1 കപ്പിൻ്റെ 1/3 ഭാഗം തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, 1/3 കപ്പ് തൈര്, പിന്നെ 1 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു മാവാണ് നമ്മൾക്കിവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കരുത്, നല്ല കട്ടിയിൽ തന്നെ മാവ് വേണം. ആ ഒരു പരുവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ, നമ്മളിത് മാവ് കുഴച്ചിട്ട് എടുത്ത് വെക്കുന്നൊന്നുമില്ല, ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുമ്പം അത് റിയാക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും പുളിയുള്ള സംഭവം വേണം ആ ഒരു മിക്സ്ചറിൽ. നമ്മളിപ്പോൾ ഇവിടെ തൈര് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ അവിടെ റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൈര് ചേർക്കാതെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പം ബേക്കിംഗ് സോഡ അവിടെ വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ നീർദോശയുടെ പാൻ ഉണ്ടല്ലോ, അതിലാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഏത് പാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പാന് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ പാനൊന്ന് നന്നായിട്ട് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ദോശകളായിട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ടാണ് ഇത്രയും സോഫ്റ്റായിട്ട് മുകളിൽ ഇങ്ങനെ കുമിളകളൊക്കെ വരുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വശവും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വല്ലാണ്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാവും. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ അപ്പമായിരിക്കും. വലിയ പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ വെച്ചിട്ടുള്ളൊരു ദോശയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. റവയുടെ ടേസ്റ്റോ അങ്ങനെയൊന്നും തോന്നില്ല, നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ദോശ ആക്കിയിട്ട് എടുക്കുക ഇത്, അതായത് കുറച്ച് വലുപ്പത്തിൽ ഇത് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു ദോശയാണ് ഉണ്ടാക്കുന്നത്. കുട്ടി ദോശകളാകുമ്പോഴല്ലേ നമുക്ക് കഴിക്കാനും കുട്ടികൾക്കാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വരിക.
പിന്നെ നമുക്ക് ഈ മാവ് റെഡിയായ ശേഷം അപ്പം തന്നെ നമുക്കത് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ദോശ ചുട്ടെടുത്താൽ മതിയെങ്കിൽ ബേക്കിംഗ് സോഡ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ പൊതുവേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ. അത് ഏത് വെറൈറ്റി ദോശയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ദോശയിലാണ് എല്ലാവിധ പരീക്ഷണങ്ങളും നടത്താറ്. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ റവ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇതേപോലെ തന്നെ മെഷർമെൻറ്റ്സിലൊന്നും ഒരു മാറ്റം വരുത്താതെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ വരുന്ന ഒരു ചമ്മന്തിയും കൂടി ഞാനിതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം 2 ഉണക്കമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം മൂപ്പിച്ചെടുക്കണ്ട. എന്നിട്ടത് നമ്മൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ ചിരവിയത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട്, ഉപ്പും മുളക് പൊടിയും ചേർക്കണം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ വരുന്നൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ വറ്റൽമുളകും സവാളയും കൂടി വഴറ്റിയെടുത്തില്ലേ, അത് വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലാഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പഞ്ഞിയപ്പം, റവ വെച്ചുള്ള പഞ്ഞിയപ്പവും ഒരു സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി സൂപ്പർ കോമ്പിനേഷനാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കറിയൊന്നും വെച്ചിട്ട് കഴിച്ച് നോക്കിയിട്ടില്ല. ഇങ്ങനെയാണ് ഇത് കഴിച്ച് നോക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ. അപ്പോൾ ഇതേ കോമ്പിനേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് അവരോട് കഴിക്കാൻ പറയേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ ഇതുപോലത്തെ സോഫ്റ്റായിട്ടുള്ള അപ്പമൊക്കെ കൊടുക്കുമ്പം തീർച്ചയായിട്ടും മക്കളെല്ലാവരും കഴിക്കും. അത്രയും ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചമ്മന്തി നീർദോശയുടെ കൂടെയും ഓട്ടടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ വരുന്ന ചമ്മന്തി കേട്ടോ. അപ്പം ഓട്ടടയും നീർദോശയും അതുപോലെ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റവ വെച്ചിട്ടുള്ള അപ്പം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ ഞാൻ റവ വെച്ചിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. റവ വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഒട്ടുമിക്കതും നല്ല ടേസ്റ്റാട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് നമുക്ക് ഫ്ലോപ്പായി ഉണ്ടാവില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 12 മണി 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ പിന്നെ ഇനിയിപ്പം ഊണ് റെഡിയാക്കാനുള്ള സമയമായല്ലോ. അപ്പം ഊണിപ്പോൾ കഴിക്കാനൊന്നും തോന്നുന്നില്ലായിരുന്നു. പക്ഷേ പിന്നെ ഭയങ്കര മടി ഉണ്ടാക്കാൻ, മടിയും കാലിന് പിന്നെയും വേദന വന്നു. രാവിലെ തന്നെ കുറേ നേരം നിന്നതല്ലേ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മൾ കുറേ ദിവസമായിട്ട് പുറത്തുനിന്നൊന്നും കഴിക്കാറില്ലായിരുന്നു. അപ്പം ഇന്ന് പുറത്തുനിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 സാദാ ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ കുറേ ആയിട്ട് കഴിക്കാറില്ലായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഫുഡ് എനിക്ക് ഉണ്ടാക്കാനും വയ്യ, പിന്നെ വേറെ ആരും ഇവിടെ ഉണ്ടാക്കാനും ഇല്ലല്ലോ. കുട്ടികൾക്കാണെങ്കിൽ ചോറിൻ്റെ സമയമാകുമ്പോൾ ചോറ് കൊടുക്കും വേണ്ടേ. അപ്പോൾ പിന്നെ ഓർഡർ ചെയ്യല്ലാണ്ട് വേറെ ഒരു ചാൻസും കണ്ടില്ല. പിന്നെ ഫുഡ് കഴിച്ച പാടന്നെ ഞാൻ വേഗം പോയിട്ട് കിടന്നു. എനിക്കൊട്ടും വയ്യായിരുന്നു. പിന്നെ വൈകിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പോൾ എണീറ്റ പാടന്നെ രാവിലെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ റീനു റോസും കൂടിയൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. റീനു ചെയ്യുന്ന കണ്ടിട്ട് ഇപ്പോൾ റോസിനും ഭയങ്കര കാര്യമാണ് ഇതൊക്കെ ചെയ്യാൻ.
പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ രാത്രിത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. ഏതായാലും ഉച്ചത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. അപ്പോൾ ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ പിന്നെ വേഗം കുക്കറിൽ ചോറ് ഉണ്ടാക്കിയാൽ പിന്നെ ഒരു കറിയും എന്തെങ്കിലും സൈഡ് ഡിഷും മതിയല്ലോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മസൂർ ദാൽ എന്ന് പറയും. പെട്ടെന്ന് റെഡിയാവുന്ന ദാലാണ്. ഇതുപോലെ ഓറഞ്ച് കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊരു 1.5 കപ്പ് ദാൽ നന്നായിട്ട് കഴുകിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഈ ഒരു കണക്കിൽ തന്നെ എടുക്കുക കേട്ടോ. ഒരുപാട് ദാലും കുറച്ച് തക്കാളി ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കുക്ക് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തെടുത്താലും കുഴപ്പമില്ല. നന്നായിട്ട് വെന്തിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് നന്നായിട്ട് വേവണം. അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ അത് ഗോതമ്പും തേങ്ങയും കൂടിയുള്ള കിച്ചടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അത് എനിക്കാണ് കേട്ടോ. എനിക്കെന്തോ രാത്രിയിൽ ചോറ് വലിയ താല്പര്യമില്ല ചില ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തോ വയ്യായിക ആയതുകൊണ്ട് ചോറ് വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഞാൻ കുക്കറിൽ പെട്ടെന്ന് തന്നെ ഗോതമ്പും തേങ്ങയും കൂടി വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പരിപ്പും നന്നായിട്ട് വേവണം. അതിൻ്റെ കൂടെ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്തോടയണം കേട്ടോ. അപ്പോൾ അത്രയും സമയം പെട്ടെന്ന് റെഡിയാവും. അത് റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ, ടേസ്റ്റ് നോക്കിയിട്ട്. പിന്നെ ഇതൊന്ന് കടുക് വറുക്കാനുള്ളൂ. നമ്മുടെ കറി റെഡിയാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് അതൊന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമുക്കൊരു പാനിൽ കടുക് പൊട്ടിച്ചെടുക്കാം. കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും ചിക്കൻ കറീനേക്കാളും അല്ലെങ്കിൽ മീൻ കറീനേക്കാളൊക്കെ ചോറിലേക്ക് ഇഷ്ടം ഇതുപോലെ പരിപ്പ് കറികളും പച്ചക്കറിച്ചാറും ഒക്കെയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഇതുപോലത്തെ കറികളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോറിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ള നല്ലൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പേരി ഒന്നും ഉണ്ടാക്കാൻ വയ്യ, അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ക്യാരറ്റ് എന്തെങ്കിലും സൈഡായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിന്നറും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ അതുപോലെ ഈ ഒരു പരിപ്പ് കറി ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചിലരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും മുമ്പൊക്കെ, അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും കോമ്പിനേഷൻ വരുന്ന ഒരു കറിയാണ്. അപ്പോൾ കുറച്ച് തൈരും പിന്നെ കുറച്ച് സൈഡ് ഡിഷുകളൊക്കെ ഉണ്ടായിരുന്നു. ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷ് ഒന്നുമില്ലെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് അത് അരിയാനുള്ളൊക്കെ വയ്യായിക കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിന് പകരം ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചെന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ഞാൻ കഴിക്കുന്നത് ഗോതമ്പ് ചോറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിലെന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ഈ ഒരു കിച്ചടി കഴിക്കാൻ. തേങ്ങ ഒക്കെ ഇട്ടുള്ള, പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ, പഞ്ചസാര നെയ്യൊക്കെ ചേർത്തിട്ടുള്ള. റോസൂന് പിന്നെ ചോറാവുമ്പോൾ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്ത് ഒന്ന് വാരി കൊടുത്താലൊക്കെ ഒന്ന് സ്റ്റാർട്ടിങ് കൊടുക്കണം നമ്മളാരെങ്കിലും, എന്നാലേ പിന്നെ ബാക്കി അവൾ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചീത്ത പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. വേറെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ അവൾ നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വയ്യാത്തൊരു വീക്കെൻഡ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.